സ്പോട്ട് ലൈവ് തുടരുന്നു. പാറശാല പരശുവെക്കലിൽ ക്ഷേത്രങ്ങൾ കുത്തിത്തുറന്ന് മോഷണം, സ്വർണവും പണവും നഷ്ടമായി. പരശുവെക്കൽ മല്ലികശ്ശേരി യക്ഷി അമ്മൻ ക്ഷേത്രത്തിലും സമീപത്തെ കോട്ടയ്ക്കകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലുമായിരുന്നു മോഷണം. സമീപത്തെ വീടുകളിലും മോഷണശ്രമം നടന്നതായി പറയുന്നു. യക്ഷിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഉത്സവത്തിന് ശേഷം നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് നോക്കിയപ്പം കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് ഉള്ള പൈസയെല്ലാം കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെ ചുറ്റുപാടും മോഷണമാണ്. ഇതിനു മുമ്പും ഒരു ദിവസം ഇതേപോലെ കാണിക്ക വഞ്ചി പൊട്ടിച്ചുകൊണ്ട് പോയി. ഇതിൻ്റെ മുകളിലുള്ള ക്ഷേത്രത്തിലും മോഷണം നടന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ രാവിലെ ഞാൻ വന്നപ്പോൾ എല്ലാം കുത്തി തുറന്ന് കുറേ ഉരുപ്പടികളും കുറേ രൂപകളും മോഷണം പോയി. നമ്മൾ പോലീസിലൂടെ അറിയിക്കുകയും ചെയ്തു. പോലീസ് വന്ന് എൻക്വയറി നടത്തുകയും ചെയ്തു. അതേപോലെ തന്നെ സമീപത്തൊരു യക്ഷിയമ്മൻ ക്ഷേത്രമുണ്ട്. അവിടെയും വന്ന് ഇതേപോലെ കാണിക്ക വഞ്ചെല്ലാം കുത്തിപ്പൊട്ടിച്ച് അവിടെ ഓഫീസിലിരുന്ന പൈസകളൊക്കെ എടുത്തിട്ട് പോയി. പരശുവെക്കൽ കോട്ടയ്ക്കം ഭാഗത്ത് മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ ഇതിനു മുമ്പേ മോഷണം പോയി, വീണ്ടും മോഷണം പോയിരിക്കുകയാണ്. ഈ ഭാഗം മുഴുവൻ വ്യാപകമായ മോഷണമാണ്. വീടുകൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വീടുകളിൽ 2-3 വീട് കുത്തിപ്പൊളിച്ച് കയറി മോഷണശ്രമം നടത്തി. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ശിവൻകോവിലിൽ കയറി അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണവും ഈശയൊക്കെ എടുത്തുകൊണ്ട് പോയി. പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ പാറശാലയിലെ മോഷണ പരമ്പര തന്നെയാണ് നടന്നത്. 2 ക്ഷേത്രങ്ങളിൽ മോഷണം, സമീപത്തെ വീടുകളിൽ മോഷണശ്രമം. പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന സ്ഥലത്ത് മോഷണം നടക്കുന്നത്. ദേശീയപാതയിൽ നിന്ന് മാറി അല്പം ഉൾഗ്രാമത്തിലേക്ക് പോകുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന മല്ലിക യക്ഷിയമ്മ ക്ഷേത്രത്തിലും സമീപത്തെ കോട്ടയ്ക്കകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും മോഷണം നടന്നത്. ഈ പറയുന്ന 2 ക്ഷേത്രങ്ങളുടെയും മുൻവാതിലുകൾ തകർത്തായിരുന്നു മോഷ്ടാവ് അകത്ത് കയറിയതും ഒപ്പം കാണിക്ക വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന പണവും ഒപ്പം ഭക്തർ നൽകിയിരുന്ന സ്വർണവും കവർന്നത്. ഈ പറയുന്ന ഭക്തർ പറയുന്നതനുസരിച്ച്, വിശ്വാസികൾ പറയുന്നതനുസരിച്ച് മുമ്പും ഇവിടെ ഇത്തരത്തിൽ മോഷണം 2 മാസത്തിന് മുമ്പ് നടന്നിരുന്നു. ഒപ്പം ഇന്നലെ തന്നെ പല വീടുകളിലും സമാനമായ മോഷണശ്രമം നടന്നിരുന്നു എന്നുള്ളതും ഈ നാട്ടുകാർ ഇവിടെ പറയുന്നുണ്ട്. പ്രദേശവാസികളാകെ ഇപ്പോൾ ഒരു ആശങ്കയിലാണ്. കാരണം മോഷണശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ CCTV പോലീസ് ശേഖരിക്കുന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു മോഷണ പരമ്പരയാണ്. 2 ക്ഷേത്രങ്ങളിൽ, സമീപത്തെ 2 ക്ഷേത്രങ്ങളിലായിരുന്നു മോഷണം നടന്നത്. അങ്ങനെ പതിവായി ഇതിനു മുൻപ് എപ്പോഴെങ്കിലും മോഷണം നടന്നിട്ടുണ്ടോ? കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണല്ലോ. ഒരു ഒറ്റ രാത്രിയിൽ തന്നെ തുടർച്ചയായി സ്ഥലങ്ങളിൽ, ഈ സമീപ സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനെ മോഷണവും മോഷണശ്രമവും. ഈ സ്ഥലത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുമോ അതോ ഇതര സംസ്ഥാന തൊഴിലാളികളായിരിക്കുമോ? പോലീസിന്റെ നിഗമനം എന്താണ്? സൂചിപ്പിച്ചതുപോലെ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ സൂചനയുള്ള ആളുകൾ തന്നെയായിരിക്കും ഈ മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. കാരണം CCTV ഇല്ലാത്ത ക്ഷേത്രങ്ങളാണ് ഈ പറഞ്ഞ 2 സ്ഥലങ്ങളും. പക്ഷെ പോകുന്ന വഴികളിലൊക്കെ CCTV ഉണ്ട്. പക്ഷെ അവയൊക്കെ വിദഗ്ധമായി കടന്നുള്ള ഒരു മോഷണമായിരിക്കാം നടന്നതെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ നടക്കുന്നത്. എന്തായാലും ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടുന്ന സ്ഥലത്തെത്തി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ മോഷ്ടാവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ സൂചനകളിലേക്കൊന്നും എത്തിയിട്ടില്ല. കഴിഞ്ഞ മാസവും ഈ പറയുന്ന പ്രദേശങ്ങളിൽ 2-3 വീടുകളിൽ ഇത്തരത്തിലുള്ള മോഷണം നടന്നിരുന്നു. ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഒരിക്കൽ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ പരിസരത്തുള്ള 2-3 സ്ഥലങ്ങളിൽ മോഷണം കടന്നു പോകുന്ന ഒരു രീതിയാണ് ഈ മോഷ്ടാവിനുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മറ്റൊരു സംഭവം കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. സമീപത്തുണ്ടായിരുന്ന ഒരു രാജന്റെ വീട്ടിൽ മുന്നിൽ നിർത്തിയിരുന്ന വാഹനത്തെയും കുത്തിപ്പൊളിച്ച് അതിനകത്തുണ്ടായിരുന്ന കാശും കവർന്നുകൊണ്ടുപോയി എന്നുള്ളൊരു പരാതിയും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച പരാതിയും പാറശാല പോലീസിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ മോഷ്ടാവിനെ കുറിച്ചുള്ള ഒരു സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. കാര്യമായ ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുമേഷ് മോറായോടൊന്ന് പറഞ്ഞേക്കാവോ? സുമേഷിനോട് നേരത്തെ ഒന്ന് പറഞ്ഞേക്കാവോ? യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.